ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് പുതിയ വർഷം തുടങ്ങിയല്ലോ, 2026 ജനുവരി 1. അപ്പോൾ ഇത് ഇന്നലെ രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് വിട്ടു. എല്ലായിടത്തും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൈബായിരുന്നു, നല്ല രസമുണ്ടായി. പോകുന്ന വഴിയെല്ലാം ലൈറ്റുകൾ കൊണ്ടുള്ള അലങ്കാരം മാത്രം. ഭയങ്കര തിരക്കുമാണ് കേട്ടോ. തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇങ്ങനെ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആകെ വയ്യ കേട്ടോ, പനിയും ജലദോഷവും ഒക്കെയാണ്. ഇന്നലെ ഇപ്പോൾ ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വന്നിട്ടാണ് കേട്ടോ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് ഇറങ്ങിയത്. ന്യൂ ഇയർ എന്നൊക്കെ പറയുമ്പോൾ ഫോർട്ട് കൊച്ചി പോകാനായിട്ട് പനിയൊന്നും ഒരു കാരണമല്ലല്ലോ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, പറ്റുന്നിടത്തോളം എൻജോയ് ചെയ്യുക, അതാണ് കേട്ടോ നമ്മുടെ പോളിസി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫോർട്ട് കൊച്ചിയിലേക്ക്. അങ്ങനെ ഞങ്ങളിത് വെളി ഗ്രൗണ്ടിലേക്ക് എത്തി. ഇവിടെയാണ് കേട്ടോ നമ്മുടെ പപ്പാനിയെയും ക്രിസ്മസ് ട്രീയൊക്കെ അലങ്കരിച്ചിട്ടുള്ളത്. ഇവിടെയാണ് കേട്ടോ. മണ്ണിട്ട മൂടുന്ന അത്രയും ജനങ്ങളുണ്ടായേ. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കണ്ടോ എന്തോരം ആൾക്കാരാന്ന് കണ്ടോ. നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് അത്രമാത്രം തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ്. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഫോർട്ട് കൊച്ചിയിൽ പോകാറുണ്ട്. വെളി ഗ്രൗണ്ടിൽ വന്ന് ക്രിസ്മസ് പപ്പാനിയും കണ്ട് ട്രീയും കണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയോ, പപ്പാനിയെ കത്തിക്കുന്നതിന് മുന്നേ ഞങ്ങൾ നേരെ അവിടെ നിന്ന് സ്ഥലം വിടും. അത്രയും തിരക്കായതുകൊണ്ടാണ് കേട്ടോ. അവിടെ നിന്ന് നേരെ സ്ഥലം വിട്ട് എല്ലായിടവും കറങ്ങി തിരിഞ്ഞ് വീടെത്തുമ്പോൾ പക്ഷേ 1:30-2 മണിയൊക്കെ ആവും കേട്ടോ. നമ്മുടെ ട്രീയുടെ അടുത്ത് എത്തി പറ്റിയിട്ടുണ്ട്. അടുത്തോട്ടല്ല കേട്ടോ, ഞങ്ങളിങ്ങനെ വീഡിയോ പിടിച്ചതാണ്. കണ്ടോ അത്രമാത്രം ആൾക്കാരാണ്. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. നല്ല രസമുണ്ടായി കേട്ടോ. ലൈറ്റൊക്കെ ഓണാക്കി എന്താ രസമെന്നുണ്ട്. ലൈറ്റൊക്കെ കൊണ്ട് അലങ്കരിച്ച് വല്ലാത്തൊരു വൈബായിരുന്നു. എന്തോരം ആൾക്കാരാന്ന് കണ്ടോ. ജനത്തിൻ്റെ കളിയായിരുന്നു. ഭയങ്കര തിരക്കെന്ന് തന്നെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നിട്ട് നേരെ ഒന്ന് ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി. അപ്പോഴത്തേനും പിള്ളേർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. ഞാൻ കഴിച്ചില്ല കേട്ടോ, എനിക്ക് ഒട്ടും വയ്യ. പിന്നെ എൻ്റെ കെട്ടിയവൻ വിളിക്കുകയാണ്, നമുക്ക് ബീച്ചിന് അങ്ങോട്ട് പോകാം, നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടക്കുവാണ്. അപ്പോഴേക്കും അവിടെ എത്തുമ്പോൾ എനിക്കൊരു കട്ടൻ ചായ കുടിക്കണമെന്നുണ്ടായി. ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു, ഇവിടെ നിന്ന് ഇനിയും 1.5 കിലോമീറ്ററിലധികം ഉണ്ട് നടക്കാനായിട്ട് ബീച്ചിലേക്കെന്ന്. ഉമ്മച്ചിക്കാണെങ്കിൽ അധികം നടക്കാനായിട്ടും പറ്റില്ല. പിന്നെ നമ്മൾ നടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും നമ്മുടെ പപ്പാനിയെ കത്തിച്ചും കഴിയും. അത് കാരണം ഞങ്ങൾ വേണ്ടെന്ന് വെച്ച് തിരിച്ചു വെളി ഗ്രൗണ്ടിലേക്ക് എത്തി. പിന്നെ ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ കളിച്ച് ആസ്വദിച്ചു. എൻ്റെ കെട്ടിയവൻ തകർക്കുകയായിരുന്നു കേട്ടോ, തകർത്ത് തിമിർക്കുകയായിരുന്നു.
അടിപൊളിയായിരുന്നു. എൻ്റെ മൂത്ത മോൻ ഡാൻസ് കളിക്കാൻ ഭയങ്കര നാണം, മടി. എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച ഒരു സ്റ്റെപ്പൊക്കെ ഇടിച്ചു. ഇനി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ. പപ്പാനിയെ കത്തിക്കുന്ന കാണാൻ അകത്ത് നിന്ന് സ്ഥലമില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കണ്ടോ എന്തോരം ആൾക്കാരാണെന്ന് കണ്ടോ. ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് നേരെ വീഡിയോ പിടിക്കാൻ പാകത്തിന് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അകത്ത് കയറിയിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങളിതേ നമ്മുടെ പപ്പാനിയെ കത്തിക്കാൻ ടൈമായി.
അങ്ങനെ എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിടുകയാണ്. പോകുന്ന വഴി ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കഴിക്കലൊന്നും നടന്നില്ല കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹാപ്പി ന്യൂ ഇയർ 2026. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നല്ലത് വരട്ടെ. ഓക്കേ, ബൈ.